വലിയൊരു ചിഹ്നഗ്രഹം 2038 ഭൂമിയിൽ വന്ന് പതിക്കാൻ 72% സാധ്യതയുണ്ട് എന്ന് നാസയുടെ മുന്നറിയിപ്പ്. സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തകളിലുമൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളും കേട്ട് കാണും. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? സത്യത്തിൽ ഇത്തരമൊരു വലിയ ചിഹ്നഗ്രഹം ഭൂമിയിൽ വന്ന് പതിക്കുമോ? നമുക്കതിനെ മറികടക്കാനാകുമോ? നാസയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പറയാനുള്ളത്? വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഇന്നലെയും മിനിയാന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളൊക്കെ ആയിട്ട് വ്യത്യസ്ത മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ നമുക്ക് ഒരുപോലെ തന്നെ കാണാൻ സാധിക്കുന്നത് വലിയൊരു ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് വന്ന് പതിക്കാൻ പോകുന്നതെന്ന് തുടങ്ങിയിട്ടുള്ള നാസയുടെ മുന്നറിയിപ്പ്, നാസ വിഷയത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം വാർത്തകളാണ്. അതിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്, ഫോബ്സ്, എക്കണോമിക് ടൈംസ് അങ്ങനെ തുടങ്ങിയിട്ട് ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ഒരുപാടധികം മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളും മറ്റൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വലിയ പല തെറ്റിദ്ധാരണകളും ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ വലിയ തോതിൽ തന്നെ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? നാസ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ? ഇത്തരത്തിലൊരു ആസ്ട്രോയിഡ്, വലിയൊരു ചിഹ്നഗ്രഹം ഭൂമിയിൽ വന്ന് പതിക്കുമോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ എന്താണ് ഈ കാര്യം എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി നാസയുടെയും അതുപോലെ തന്നെ SMPAGയുടെ അഥവാ സ്പേസ് മിഷൻ പ്ലാനിംഗ് അഡ്വൈസറി ഗ്രൂപ്പിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളുടെ സ്പേസ് ഓർഗനൈസേഷൻസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ ഇവർ സംയുക്തമായി തന്നെ നടത്തിയിട്ടുള്ള പ്ലാനറ്ററി ഡിഫൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മോക്ക് ഡ്രില്ലായിരുന്നു. അതല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സ്പെരിമെൻറ്റ് മാത്രമായിരുന്നു ഇത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കാര്യം കേട്ടപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. കുറച്ചുകൂടെ ഒന്ന് സിമ്പിളായിട്ട് പറയാം. നമ്മളൊക്കെ തന്നെ ഇന്ന് ടെക്നോളജിയിൽ വലിയ തോതിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം നേട്ടങ്ങൾ നമ്മൾ കൈക്കലാക്കി മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനോടൊപ്പം തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് സ്പേസ് മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വൈകാതെ തന്നെ ഒരു സ്ത്രീയെ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നാസ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി പ്രൈവറ്റ് സെക്ടറുകളിലേക്ക് നോക്കുമ്പോൾ സ്പേസ് എക്സിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ 50-ലധികം വരുന്ന ആളുകളെ വഹിച്ചുകൊണ്ട് സ്പേസിലേക്ക് പോകാൻ പ്രാപ്തമായിട്ടുള്ള സ്പേസ് ജെറ്റുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹനങ്ങളുടെയും മറ്റൊക്കെ പരീക്ഷണങ്ങൾ ഓൾറെഡി അവർ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം നേട്ടങ്ങൾ കൈക്കലാക്കിക്കൊണ്ടാണ് നമ്മൾ ആധുനിക മനുഷ്യർ ഇന്ന് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഭൂമിക്ക് പുറത്ത് നിന്നുള്ള ത്രട്ടുകൾ, പ്രത്യേകിച്ച് ചിഹ്നഗ്രഹങ്ങൾ, ആസ്ട്രോയിഡുകളൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അവയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പോലും നമ്മുടെ കയ്യിൽ പ്രാപ്തമാണ്. അതിൽ തന്നെ ഓരോ ആസ്ട്രോയിഡിൻ്റെയും പാതകളെ, അതിൻ്റെ ഓർബിറ്റുകളെ കൃത്യമായ നിലയിൽ തന്നെ മനസ്സിലാക്കാനും അത് ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന അവസരത്തിൽ അത് ഭൂമിക്ക് ഹാമായിട്ട് മാറുന്നുണ്ടോ, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും മനസ്സിലാക്കാനുള്ള എല്ലാ വിധത്തിലുള്ള ടെക്നോളജികളും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇനി എങ്ങാനും ഇത്തരത്തിലുള്ള ഒരു ആസ്ട്രോയിഡ് ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന അവസരത്തിൽ, ഒരു ചിഹ്നഗ്രഹം പതിക്കുന്ന അവസരത്തിൽ അത് ഭൂമിക്കൊരു ത്രെട്ടായിട്ട് മാറുമെന്നുണ്ട് എങ്കിൽ അതിൻ്റെ പാതയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചാവേർ സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ ഡാട്ട് എന്ന് പറയുന്ന മിഷനെ പോലും ഓൾറെഡി നമ്മൾ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾ പോലും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതായത് മനുഷ്യരായിട്ടുള്ള നമ്മൾ ഏറെക്കുറെ വെൽ എക്യുപ്ഡ് ആണ് എന്ന നിലയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 14 വർഷങ്ങൾക്ക് ശേഷം അഥവാ 2038 ഏറെക്കുറെ 1 കിലോമീറ്ററോളം വലുപ്പമുള്ള വലിയൊരു ആസ്ട്രോയിഡ് ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ അത് ഭൂമിയിലേക്ക് വന്ന് പതിക്കാൻ 72% ചാൻസ് ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ നമുക്കതിനെ മറികടക്കാൻ സാധിക്കുമോ? അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ വലിയ ആസ്ട്രോയിഡിൻ്റെ പാതയെ നമുക്ക് വ്യതിചലിപ്പിക്കാൻ സാധിക്കുമോ? ഭൂമിയിലേക്ക് വീഴാത്ത രീതിയിൽ അതിനെ വഴിതിരിച്ച് വിടാൻ സാധിക്കുമോ? ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സ്പെരിമെൻറ്റ് മാത്രമാണ് ആക്ച്വലി നാസയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് മറ്റു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ്, എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മറികടക്കാൻ സാധിക്കുമോ എന്ന് തുടങ്ങിയിട്ടുള്ളൊരു പരീക്ഷണം മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നിട്ടുള്ളത്. അതിനും അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ളൊരു ആസ്ട്രോയിഡ് നേരെ വന്ന് ഭൂമിയിൽ പതിക്കുമെന്ന് നാസ വിശദീകരിക്കുന്നില്ല, നാസ പറഞ്ഞു വെക്കുന്നില്ല. അപ്പോൾ ഇത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാത്തിനും സജ്ജമായിട്ട് നിൽക്കുന്ന നമ്മൾക്ക് ഇത്തരത്തിൽ 14 വർഷത്തിന് ശേഷം ഒരു വലിയ ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് പതിക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് നമ്മളങ്ങനെ ബിൽഡ് ചെയ്ത് ഇതേ ഒരു സ്പീഡിൽ തന്നെ പോവുകയാണെങ്കിൽ
അതിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇല്ല എന്നൊരു ഉത്തരത്തിലേക്കാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗവേഷകർ ഒരുപോലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ചിഹ്നഗ്രഹങ്ങളെ തകർക്കുന്നതിന് വേണ്ടി അതിനെ വഴിതിരിച്ച് വിടുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡാറ്റ് എന്ന് പറഞ്ഞ ടെക്നോളജിയൊക്കെ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഓൾറെഡി നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഡാറ്റകൾ പോലും എടുത്തിട്ടായിരുന്നു ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഡാറ്റകളൊക്കെ കൂടി വെച്ചിട്ട് പോലും മനുഷ്യരുടെ കയ്യിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള എക്യുപ്മെൻറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ടും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും 14 വർഷങ്ങൾക്ക് ശേഷം എങ്ങാനും അത്തരൊരു ആസ്ട്രോയിഡ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്കതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ തയ്യാറായിട്ടില്ല, നമുക്കതിനെ മറികടക്കാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും ഇവിടെ ഡാറ്റ് എന്ന് പറയുന്ന ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരാം. ഈ ഡാറ്റിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ മുൻപേ സംസാരിച്ചിട്ടുണ്ട്. ഒരു ചാവേർ സാറ്റലൈറ്റ് എന്നുള്ള നിലയിലൊക്കെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് വലിയ വേഗതയിൽ ഭൂമിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയൊരു ആസ്ട്രോയിഡ് കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മറ്റൊരു സാറ്റലൈറ്റിനെ നേരെ ഒരു ആസ്ട്രോയിഡുമായിട്ട് കൂട്ടിയിടിക്കുന്ന നിലയിലേക്ക് നേരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നതായിരിക്കും. അപ്പം വലിയ വേഗതയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആസ്ട്രോയിഡിലേക്ക് നമ്മൾ ഈ ഒരു സാറ്റലൈറ്റിനെ നേരെ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് കൂട്ടിയിടിപ്പിക്കുമ്പോൾ ആ ഒരു ആസ്ട്രോയിഡിൻ്റെ പാതയിൽ ഒരു വ്യതിചലനം വരികയും ഭൂമിയിലേക്ക് വീഴാതെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആ ഒരു ആസ്ട്രോയിഡ് നീങ്ങിപ്പോവുകയും ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഡാറ്റ് ടെക്നോളജിയിലെ സാറ്റലൈറ്റുകളും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ ആസ്ട്രോയിഡുകളെ ഇത്തരത്തിൽ ഭൂമിയിൽ വീഴാതെ അതിൻ്റെ വഴി തിരിച്ചു വിടാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് ചെറിയ ആസ്ട്രോയിഡുകളെയും മറ്റുമൊക്കെയാണ് ഈ ഒരു ഡാറ്റിൻ്റെ സഹായത്തോടു കൂടെ ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയിൽ ഈ ആസ്ട്രോയിഡുകൾ പതിക്കുന്നതിൽ നിന്നും നമുക്ക് തടഞ്ഞു വെക്കാനും അതിനെ മറികടക്കാനും ഒക്കെ സാധ്യമാകുന്നത്. അതിനപ്പുറത്തേക്ക് വലിയൊരു ആസ്ട്രോയിഡ് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ വിധത്തിലുള്ള ഡിഫൻസ് സംവിധാനങ്ങളെയും കടന്നുകൊണ്ട് അത് തീർച്ചയായിട്ടും ഭൂമിയിലേക്ക് വന്ന് പതിക്കുക തന്നെ ചെയ്യുമെന്നുള്ള നിലയിലുള്ള ഒരു റിസൾട്ടിലേക്കാണ് ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങാനും നമ്മളുടെ എല്ലാ വിധത്തിലുള്ള ഡിഫൻസ് സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ആസ്ട്രോയിഡ് ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഏറെക്കുറെ 10 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും അവിടെ 8% ഉണ്ട്. അതുപോലെ തന്നെ ഏറെക്കുറെ 1 കോടിയോളം വരുന്ന ആളുകൾക്ക് ഈ ഒരു ഇമ്പാക്റ്റ് കാരണമായിട്ട് മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെക്കുറെ 0.04% ഉണ്ട് എന്ന കാര്യം കൂടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വലിയൊരു ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് പതിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാടധികം അപ്പുറമാണ്. ഒരുപാട് അഗ്നിപർവ്വത സ്ഫോടനങ്ങളും വലിയ വലിയ സുനാമികളും ഭൂമി കുലുക്കവും അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ തന്നെ നമ്മുടെ ഭൂമിയിൽ അരങ്ങേറുന്നതായിരിക്കും. പലപ്പോഴും ഈ ഫയർഫോഴ്സിൻ്റെയും മറ്റുമൊക്കെ മോക്ക് ഡ്രില്ലുകളൊക്കെ തീർച്ചയായും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ എങ്ങനെ കൃത്യമായിട്ട് അതിനെ മറികടക്കാം, അതിനെ പ്രതിരോധിക്കാം എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഒരു ഐഡിയ ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മോക്ക് ഡ്രില്ലുകൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പല ഓർഗനൈസേഷൻസും നടത്താറുള്ളത്. അപ്പോൾ അതുപോലുള്ളൊരു സംഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ നാസയുടെ കീഴിലും അതുപോലെ തന്നെ SMPAGയുടെ കീഴിലൊക്കെ ആയിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭീകരമായിട്ടുള്ള റിസൾട്ടുകളൊക്കെ തന്നെയാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ മറികടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങാനും ഇത്തരം ആസ്ട്രോയിഡ് റിയൽ ആയിട്ട് വന്ന് പതിക്കുകയാണ്, 14 വർഷം നമ്മുടെ മുന്നിൽ സമയമുണ്ട് എങ്കിൽ കൂടെയും അതിനെ മറികടക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇനി ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ വിശദീകരിക്കപ്പെടുന്നത് വ്യത്യസ്ത രാജ്യങ്ങളുടെ സ്പേസ് ഓർഗനൈസേഷൻസ് എല്ലാം ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 14 വർഷത്തേക്ക് കണ്ടിന്യൂസ്ലി ഒരു പ്രതിരോധ സംവിധാനം കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ചിഹ്നഗ്രഹത്തെ എങ്ങാനും വരികയാണെങ്കിൽ തന്നെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇവിടെ കാര്യങ്ങളൊക്കെ കൃത്യമായ നിലയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഒരു ആസ്ട്രോയിഡ് ഭൂമിയിലേക്ക് വന്ന് പതിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് നാസ ഇപ്പോൾ പറയുന്നില്ല. ഇതൊക്കെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാത്രം നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ തന്നെ പലതരത്തിലുള്ള കൈകടത്തലുകളും തിരുത്തലുകളൊക്കെ നടത്തിയിട്ടാണ് വലിയ തോതിലുള്ള അഭ്യൂഹങ്ങളും മറ്റൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളും മറ്റൊക്കെ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ശരിക്കും ഭാവിയിൽ ഭൂമിയിലേക്ക് ഒരു ആസ്ട്രോയിഡ് വന്ന് പതിക്കാനുള്ള സാധ്യതകളൊന്നുമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് അപ്പോഫിസ് എന്ന് പറയുന്ന ആസ്ട്രോയിഡ് രംഗപ്രവേശനം ചെയ്യുന്നത്. 2004 നമ്മൾ ആദ്യമായിട്ട് ഈ അപ്പോഫിസ് എന്ന് പറയുന്ന ഏറെക്കുറെ 370 മീറ്റർ വലുപ്പത്തിലുള്ള വലിയൊരു ആസ്ട്രോയിഡിനെ കണ്ടെത്തുന്നത്. അതായത് ഈ 370 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു 123-124 നില കെട്ടിടത്തിൻ്റെ അത്ര നീളം വരുന്നുണ്ട്. അപ്പം അത്രയും വലിയൊരു ആസ്ട്രോയിഡ് തന്നെയാണത്.
ഈ ഒരു ആസ്ട്രോയിഡ് 2029 ആകുമ്പോൾ ഭൂമിയുടെ അടുത്തുകൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായ നിലയിൽ തന്നെ ഈ ഒരു ആസ്ട്രോയിഡിൻ്റെ ഓരോ ചലനത്തെക്കുറിച്ച്, അതിൻ്റെ ഓർബിറ്റിനെ കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2029 ഈ ഒരു ആസ്ട്രോയിഡ് ഭൂമിയുടെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ അത് ഏറെക്കുറെ ഭൂമിയിൽ നിന്നും 31,000 കിലോമീറ്റർ അകലത്തിലായിരിക്കും ഭൂമിയുടെ അടുത്തുകൂടെ നീങ്ങുന്നത് അല്ലെങ്കിൽ സഞ്ചരിച്ച് കടന്നു പോകുന്നത്. അപ്പം ഇതൊരു വലിയ പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ 10-1 കുറഞ്ഞൊരു ദൂരത്തിലൂടെയാണ് ഭൂമിയുടെ അടുത്തുകൂടെ ഈ ഒരു ആസ്ട്രോയിഡ് കടന്നു പോകുന്നത്. മാത്രമല്ല നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം സാറ്റലൈറ്റുകൾ നമ്മൾ സ്പേസിലേക്ക് വിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സാറ്റലൈറ്റുകളിൽ പലതും നിൽക്കുന്ന ദൂരത്തേക്കാൾ ചെറിയൊരു ദൂരത്തിലൂടെയാണ്, സാറ്റലൈറ്റിൻ്റെയും ഭൂമിയുടെയും ഇടയിലൂടെയാണ് ഈ ഒരു അപ്പോഫിസ് എന്ന് പറയുന്ന ഈ ഒരു ആസ്ട്രോയിഡ് കടന്നു പോകാനിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ അപ്പോഫിസ് എന്ന് പറയുന്ന പേര് ആക്ച്വലി ഈജിപ്ഷ്യൻ ഗോഡ്സിൽ തന്നെയുള്ള കെയോസിൻ്റെ അഥവാ ദുരന്തങ്ങളുടെ ഒരു ദേവൻ്റെ പേരാണ്. അപ്പോൾ ഒരു ദുരന്ത പ്രതീകം നിലയിൽ തന്നെയാണ് ഈ ഒരു ആസ്ട്രോയിഡിന് ഇത്തരത്തിലുള്ള ഒരു പേര് കൂടെ നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഇതോടുകൂടെ തീർന്നു എന്ന് വിചാരിക്കരുത്. അത് കഴിഞ്ഞ് പിന്നീട് 2036 അതുപോലെ തന്നെ 68 ഭൂമിയുടെ സമീപത്തുകൂടെ തന്നെ ഇതേ ഒരു അപ്പോഫിസ് എന്ന് പറയുന്ന ആസ്ട്രോയിഡ് കടന്നു പോകുന്നതായിരിക്കും. അതിൽ ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെയും 2068 ഈ വലിയ ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് പതിക്കും, അതിനുള്ള സാധ്യതകൾ 0.00068 എന്നൊക്കെ നിലയിലുള്ള വാർത്തകളും മറ്റൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ശതമാനമാണ് എങ്കിൽ കൂടെയും നമ്മൾ ഭയപ്പെടേണ്ട ചില വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്നതിനാൽ തന്നെയായിരുന്നു വലിയ മാധ്യമ ശ്രദ്ധയൊക്കെ ഈ ഒരു വിഷയത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങാനും ഈ ഒരു വലിയ ആസ്ട്രോയിഡ് നേരെ ഭൂമിയിലേക്ക് ഡയറക്റ്റ് വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാടധികം വലിയ വലിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അതിലൂടെ ഭൂമിയിൽ സംഭവിക്കുന്നതായിരിക്കും. വലിയൊരു ഇമ്പാക്റ്റ് തന്നെ അത് കാരണമായിട്ടുണ്ടാകുന്നതായിരിക്കും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ആളുകൾക്ക് ഈ ഒരു ഒറ്റ വിഷയം കാരണമായിട്ട് മരണം സംഭവിക്കുന്നതായിരിക്കും. ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അരങ്ങേറുകയും വലിയ വലിയ സുനാമികൾ ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ പിന്നീടുള്ള വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾക്കൊടുവിൽ മാർച്ച് 2021 ഈ ഒരു ആസ്ട്രോയിഡ് 2068 ആകുമ്പോൾ ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ്, അല്ലെങ്കിൽ തീരെ സാധ്യതയില്ല എന്ന നിലയ്ക്കുള്ള റിപ്പോർട്ടുകൾ മറ്റൊക്കെ നാസയുടെ ഭാഗത്തു നിന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരപ്പോഴും പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ അടുത്തൊരു 100 വർഷത്തേക്ക് ഈ ഒരു അപ്പോഫിസ് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ അതിൻ്റെ ഓർബിറ്റിലൂടെ വീണ്ടും കറങ്ങിയിട്ട് ഒരു പക്ഷേ 100 വർഷത്തിന് ശേഷം ഭൂമിയിൽ അത് വന്ന് പതിക്കുന്നതായിരിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതായാലും 100 വർഷക്കാലത്തേക്ക് നമ്മൾ സേഫ് ആണ് എന്നുള്ള നിലയിൽ തന്നെ ആണ് നാസ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസിലൂടെ വേണ്ടപ്പോഴാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. എങ്ങാനും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ തയ്യാറാണോ അല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നാസയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടുള്ള ഒരു ഹൈപ്പോതെറ്റിക്കൽ എക്സ്പെരിമെൻ്റ് മാത്രമായിരുന്നു ഇത്. അതിനപ്പുറത്തേക്ക് 2038 വലിയൊരു ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് പതിക്കുന്നില്ല. അതിനുള്ള 72% വരുന്ന സാധ്യതകളുമില്ല. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളോട് ഞാനൊരു ഹൈപ്പോതെറ്റിക്കൽ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങാനും നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ വലിയൊരു ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് പതിക്കാൻ പോകുന്നതായിട്ട് നിങ്ങൾ കാണുകയാണെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും എല്ലാവരും ഒരുപോലെ തന്നെ മരണപ്പെടും, നിങ്ങളും മരണപ്പെടുമെന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏറെക്കുറെ ഉറപ്പായി എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ആ കാര്യത്തെക്കുറിച്ചും തീർച്ചയായും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസിലുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ